മിസ് ആരും ജോയിൻ ചെയ്യുന്നില്ലല്ലോ. മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് റെക്കോർഡ് കൊടുക്കാം. ഓക്കെ മിസ്. എല്ലാരും ഇന്നത്തെ പ്രോബ്ലം നോക്കിയായിരുന്നോ? ഓക്കെ, ഇന്ന് നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ വരും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഫർദർ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നു, ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആയിട്ട് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ഇനി പഠിക്കുന്നത്. പേജ് നമ്പർ ഒന്നുകൂടെ പറയാമോ? എന്തോ പേജ് നമ്പർ ഒന്നുകൂടെ പറയാമോ? പേജ് നമ്പർ 98. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് അത് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കുന്നത്. ഇതും നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഇത് വെച്ചിട്ടും കൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്ന സ്റ്റോക്കുകളെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ ഏറ്റവും എൻഡില് സോൾഡ് ആവാതെ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചു, എങ്ങനെയാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ഇന്നലെ? അതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ കറന്റ് അക്കൗണ്ടിങ് പീരീഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ് ഈസ് നോൺ ആസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതായത് ഈ കറന്റ് അക്കൗണ്ടിങ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, അത് ഇതുവരെ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അതിന് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ഈ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നു. ഇപ്പൊ ഈ മാസത്തെ സാലറി മാസം തന്നിട്ടില്ല, ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് ആയിരിക്കും തരുന്നത്. അപ്പൊ ഈ മാസത്തിലെ സാലറി നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അപ്പൊ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ആ എൻട്രി വരുന്നത് എങ്ങനെയാ, അതായത് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ഏത് എക്സ്പെൻസിന്റെ ആണെങ്കിലും എൻട്രി ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ തന്നിരിക്കുന്നത് സാലറിയാണ്. സാലറി അക്കൗണ്ട് ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. അതായത് സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അതായത് എക്സ്പെൻസ് സൈഡിലാണ് നമ്മൾ സാലറി കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു. ആ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുക സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് സാലറി
നമ്മുടെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇതേ സാധനം തന്നെ, ഇതേ ഐറ്റം തന്നെ ബാലൻസ് ഷീറ്റ് വരികയാണെങ്കിൽ അത് ലയബിലിറ്റീസ് ആയിട്ട് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് മാത്രം കാണിക്കുക. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് എൻട്രിക്ക് എപ്പോഴും രണ്ട് എഫക്ട്, ഡ്യുവൽ എഫക്റ്റ് ആണുള്ളത്. രണ്ട് അക്കൗണ്ടിൽ എന്തായാലും കാണിച്ചിരിക്കണം. അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. രണ്ട് ബാലൻസ് ഷീറ്റിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആട്ടോ കാണിക്കേണ്ടത്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. സംടൈംസ് എ പാർട്ട് ഓഫ് സർട്ടൻ എക്സ്പെൻസസ് പെയ്ഡ് മേ റിലേറ്റ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. എന്താണ്, ചില എക്സ്പെൻസസുകൾ ഈ പീരീഡിൽ പേ ചെയ്യാതെ നമുക്ക് നെക്സ്റ്റ് പീരീഡിലായിരിക്കും പേ ചെയ്യുന്നത്. ഈ പീരീഡിൽ പേ നെക്സ്റ്റ് പീരീഡിൽ പേ ചെയ്യേണ്ടത് നമ്മൾ ഈ പീരീഡിലെ അവർ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന എക്സ്പെൻസ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതായത് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഇപ്പം നെക്സ്റ്റ് ഇയറിലെ റെന്റ് നമുക്ക് ഈ വർഷമേ കിട്ടി, അതായത് ഇപ്പൊ ജനുവരിയിലെ റെന്റ് നമുക്ക് ഡിസംബറിലെ കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന എക്സ്പെൻസുകളെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇൻഷുറൻസ് പ്രീമിയം എന്താണ്, നമ്മൾ നേരത്തെ അടയ്ക്കും. അപ്പൊ നേരത്തെ അടയ്ക്കുമ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ടു ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അതായത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ ഈ വർഷമേ അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന എൻട്രിയാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ടു ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡില് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന ഐറ്റത്തിൽ നിന്ന് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ലെസ് ചെയ്ത് കാണിക്കുക. ദെൻ അതേ തന്നെ എഫക്ട് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് വരുന്നത്. അപ്പോൾ അസറ്റ് സൈഡില് പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ആ പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ എമൗണ്ട് എത്രയാണ്, അതായത് അഡ്വാൻസ് ആയിട്ട് എത്രയാണോ പേ ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ടിൽ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അതായത് നമുക്ക് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താ ഈ അക്കൗണ്ടിങ് പീരീഡിൽ അത് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുന്ന ഇൻകത്തിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിവിഡൻഡ്, ഷെയർസിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുന്നു, അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ ഓൾറെഡി ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ എന്താ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന ഇൻകം ആണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ എന്നിരിക്കുന്നത് സപ്പോസ് റെന്റ് റിസീവ്ഡ് ആസ് ഇറ്റ്സ് ബിക്കം ഡ്യൂ ബട്ട് ഈസ് നോട്ട് യെറ്റ് റിസീവ്ഡ്. എന്താണ്, റെന്റ് നമുക്ക് കിട്ടാനുള്ളതാണ്, പക്ഷെ എന്താണ് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമുക്കതൊരു ഇൻകം ആണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് റിസീവ്ഡ് അക്കൗണ്ട്. റെന്റ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ, റെന്റ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് റിസീവ്ഡ് അക്കൗണ്ട്. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത്. ഇതിന്റെ എഫക്ട്, ഇതിന്റെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എഫക്ട് വരുന്നത് നമുക്കറിയാം റെന്റ് റിസീവ്ഡ് നമുക്ക് ഇൻകം ആണ്. അപ്പൊ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പൊ ആ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന റെന്റ് റിസീവ്ഡിന്റെ കൂടെ റെന്റ് അക്രൂഡ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് നമ്മുടെ ഇൻകം സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലാണ് റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഐറ്റം വരുന്നത്. അതിന്റെ കൂടെ റെന്റ് അക്രൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണോ നമുക്ക് ഡ്യൂ ആയിട്ട് വരുന്നത് ആ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ്. എന്താണ്, ഇൻകം ആണ്, അതുകൊണ്ട് നമുക്കത് അസറ്റ് ആണ്. അസറ്റ് സൈഡിൽ റെന്റ് അക്രൂഡ്, എത്രയാണോ അക്രൂഡ് ആയിട്ടുള്ള ഇൻകം ആ ഇൻകം അസറ്റ് സൈഡിൽ കാണിക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വരേണ്ടതാണ്. ദെൻ unearned income or income received in advance. Sometimes income is received before it becomes actually due. അതായത് ചില സമയത്ത് എന്താണെന്ന് ഇൻകം നമുക്ക് നേരത്തെ റിസീവ് ചെയ്ത് നേരത്തെ കിട്ടും. അല്ലെങ്കിൽ സച്ച് ചില ഇൻകം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പൊ പറഞ്ഞു നെക്സ്റ്റ് മന്തിലാണ് കിട്ടേണ്ടത്, പക്ഷെ അത് ഈ മന്തിലേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻകം റിസീവ്ഡ് ഇൻ
അഡ്വാൻസ് ആണ്. ദെൻ അതുപോലെ തന്നെ അതിന്റെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത് such income rent that has been received for the month of January and February of the accounting year. അക്കൗണ്ടിങ് ഇയറിൽ ജനുവരിയില് അല്ലെങ്കിൽ ഫെബ്രുവരിയിലെ റെന്റ് നമ്മൾ എന്ത് ചെയ്തു റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രി വരുന്നത് റെന്റ് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അതായത് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് റെന്റ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രിയാണ് റെന്റ് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റ് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റെന്റ് റിസീവ്ഡ്, അത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മോളിൽ കണ്ടു റെന്റ് റിസീവ്ഡ്, ദെൻ ലെസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് കുറച്ച് കാണിക്കണം, എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻകം നമുക്ക് അവിടെ കിട്ടുള്ളൂ. റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്ന ഐറ്റത്തിൽ നിന്ന് ലെസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറച്ച് കാണിക്കുക. ദെൻ അതിന്റെ ബാലൻസ് ഷീറ്റിലെ എഫക്റ്റ് എന്ന് പറയുന്നത് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്, സോ അത് നമ്മൾ എന്ത് ചെയ്യുക, ലയബിലിറ്റി സൈഡിൽ റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് കാണിക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് വരുന്ന അതർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. As per business entity concept, capital of the proprietor is liability for the business. ഞാൻ ഇതിലേ പറഞ്ഞു എന്താണ് നമ്മൾ പ്രൊപ്പറേറ്റർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞു. ലൈക്ക് അതർ ലോൺസ് ഇൻട്രസ്റ്റ് ക്യാൻ ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ ഓൾസോ. അതും ചിലപ്പോൾ എന്താണ് ക്യാപിറ്റലിന്റെ മേളിൽ നമുക്ക് ലോണോ ഇൻട്രസ്റ്റോ ഒക്കെ വരാം. ഇൻ കേസ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു അലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അപ്പൊ എന്താണ് ഈ ക്യാപിറ്റലിന്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ദെൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ഡെബിറ്റ് ചെയ്യുക. ദെൻ ബാലൻസ് ഷീറ്റിലാണെങ്കിലോ നമുക്കറിയാം ക്യാപിറ്റലിന്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്, സോ ക്യാപിറ്റലിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുക. അതായത് അഡീഷണൽ ആയിട്ട് അത്രയും ലയബിലിറ്റി കൂടി നമുക്ക് കൂടി വരികയാണ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നമുക്കറിയാം ഡ്രോയിങ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇൻട്രസ്റ്റ് മേ ഓൾസോ ബി ചാർജ്ഡ് ഓൺ മണി വിത്ഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. എന്താണ് പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മണി വിത്ഡ്രോ ചെയ്യുന്നതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പാസ് ചെയ്യേണ്ട എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ദെൻ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കുക. ദെൻ ബാലൻസ് ഷീറ്റിൽ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കുക. എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ചെയ്യുകയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറച്ച് കാണിക്കുകയും ചെയ്യുന്നത്? എന്തായിരിക്കും അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എക്സ്പെൻസ് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് അല്ലേ? ആ, ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ? ഡ്രോയിങ്സ് നമുക്ക് വരേണ്ടതാണ്. നമുക്ക് വരേണ്ടതാണ്. അതായത് അതിന്റെ ഇതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ട് ലയബിലിറ്റി കയറി വരെയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പ്രൊപ്പറേറ്ററുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്രയും ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അത്രയും തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ആ ലോണിന്റെ അല്ലെങ്കിൽ ആ ക്യാപിറ്റലിന്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് അത്ര എമൗണ്ടും കൂടെ കൂടി വരികയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് അത്രയും ലയബിലിറ്റി കൂടുകയോ ചെയ്യുന്നത്, അത്രയും കൂടെ കൂട്ടി കൊടുക്കണ്ടേ? അതെ, ലയബിലിറ്റി കൂടും. പ്രൊപ്പറേറ്റർ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ലയബിലിറ്റി കുറയും. നമ്മള് പ്രൊപ്രൈറ്റർ ക്യാപിറ്റലിൽ നിന്ന് അത്രയും വിഡ്രോ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത്രയും വിഡ്രോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ലോ പിന്നീട്. ശരി. ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ച് കാണിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ല? അല്ല അതിന്റെ ഇൻട്രസ്റ്റ് അല്ലേ? അതായത് ഇപ്പൊ നമ്മള് പ്രൊപ്രൈറ്റർ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഈ വിഡ്രോ ചെയ്യുന്ന ക്യാഷ് നമ്മൾ ഇന്നലെ പ്രോബ്ലത്തിൽ കണ്ടില്ലേ, ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് കുറച്ച് കാണിച്ചില്ലേ, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അത്രയും ക്യാപിറ്റൽ നമുക്ക് ഓൾറെഡി ലയബിലിറ്റി ആണ്. അപ്പം അത്രയും ഡ്രോയിങ്സ് കുറയുമ്പോൾ നമ്മുടെ എന്താണ് ലയബിലിറ്റി അത്രയും കുറയുകയാണ് ചെയ്യുന്നത്. അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അത്രയും വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റും കൂടെ കുറയുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ. The value of fixed assets such as plant and machinery, furniture and pictures, land and building, motor vehicle. ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ഫിക്സഡ് അസറ്റുകളാണ്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ബിൽഡിങ്, ലാൻഡ്, ഇതെല്ലാം എന്താണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണ്. Due to wear and tear, obsolescence for any other reason, എന്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ഓരോ വർഷം ചെയ്യുന്നതൊരു എന്താണ് ഇതിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഇതിനൊന്നെങ്കിൽ തേയ്മാനം സംഭവിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് സംഭവിക്കും, അങ്ങനെ അല്ലെങ്കിൽ കാലഹരണം, ഒബ്സോളസൻസ് എന്ന് വെച്ചാൽ കാലഹരണപ്പെട്ടു പോവുക. അപ്പം എന്താണ് ഇത് കാലഹരണപ്പെട്ടു പോവുകയോ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അസറ്റിന്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴാണ് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കില്ല നെക്സ്റ്റ് ഇയറിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ കുറയുകയും ചെയ്യും. After fixed assets are used in revenue, the amount which is value fixed asset decreasing is an item of expense. നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ആണ്. അതായത് ഫിക്സഡ് അസറ്റ് അത് നമുക്ക് എന്താണ് റവന്യൂ ഏൺ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓൾറെഡി അതിനൊരു ബുക്ക് വാല്യൂ ഉണ്ടാകും. ആ ബുക്ക് വാല്യൂന്ന് എക്സ്പെൻസും കൂടെ കുറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ബുക്ക് വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഡിപ്രീസിയേഷന്റെ എൻട്രി എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. ഇപ്പൊ അത് മെഷീനറി ആകാൻ അല്ലെങ്കിൽ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, ഏത് അസറ്റ് വേണേലും ആകാം. അപ്പൊ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്നാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ഏത് അസറ്റിന്റെ മേലിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അത് ജസ്റ്റ് കാണിച്ചേക്കുക. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഞാൻ പറഞ്ഞത് എക്സ്പെൻസ് ആണ്. അപ്പൊ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഏതിന്റെ മേളിലാണോ ഡിപ്രീസിയേഷൻ വരുന്നത് ആയ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഈ ബാലൻസ് ഷീറ്റിലാണെങ്കിലോ ഇപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറിന്ന് കാണിച്ചേക്കുക. ആ പ്ലാന്റ് ആൻഡ് മെഷീനറിന്ന് ലെസ് ഡിപ്രീസിയേഷൻ എത്രയാണോ എമൗണ്ട് കുറച്ചിട്ടുള്ള വാല്യൂ വേണം ഔട്ടർ കോളത്തിൽ എഴുതാൻ. മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും എത്രയാണ് അതിന്റെ ബുക്ക് വാല്യൂ, അതിന്റെ മേളിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ബുക്ക് വാല്യൂ എന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് എഴുതാനായിട്ട്. അതാണ് ബാലൻസ് ഷീറ്റിൽ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ പറയുമ്പോൾ അത്ര മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ദെൻ ഫർദർ ബാഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ when the goods are sold on credit basis, some of the debtors partly pay the due amount or do not pay at all. എന്താണ് നമ്മൾ ഗുഡ്സ് സോൾഡ് ചെയ്യും അല്ലെങ്കിൽ സെയിൽ ചെയ്യില്ലേ, അത് ചിലപ്പോൾ ക്രെഡിറ്റ് ബേസിസിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഈ ഡെപ്റ്റേഴ്സ് നമുക്ക് ചിലപ്പോൾ പാർട്ട്ലി എമൗണ്ട് ആയിരിക്കും, പകുതി എമൗണ്ട് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ള് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന, അതായത് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാതെ വരുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ബാഡക്റ്റ് എന്ന് പറയുന്നത്. അതെന്താണ് നമ്മുടെ നമുക്കതെന്താണ് ലയബിലിറ്റി ആണ് അല്ലെ. ബാഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ലയബിലിറ്റി ആണ്. ദിസ് ഇസ് എൻഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. മുകളിൽ വീണ്ടും ബാഡക്റ്റ് വരുന്നതാണ് ഫർദർ ബാഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത് എങ്ങനെയാണ്, ബാഡക്ട്സ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് ഇതിന്റെ എൻട്രി വരുന്നത്. ദെൻ ഇത് എങ്ങനെയാണ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാഡപ്റ്റിന് കാണിക്കും. ആ ബാഡപ്റ്റ് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ബാഡപ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ആഡ് ഫർദർ ബാഡപ്റ്റ് എന്ന് കാണിക്കാം. അപ്പം പ്രീവിയസ് ഇയറിൽ കുറച്ച് ബാഡപ്റ്റ് ഉണ്ടാകുന്നു എന്ന് വിചാരിക്കാം. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ബാഡപ്റ്റ് ആണ് ഫർദർ ബാഡപ്റ്റ്. ആഡ് ഫർദർ ബാഡപ്റ്റ് എന്ന് കാണിക്കുക. ആ എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇനി അതിന്റെ എഫക്ട് ബാലൻസ് ഷീറ്റിൽ വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. സൺട്രി ഡെപ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞു സെയിൽ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി കിട്ടിയിട്ടുള്ളെങ്കിൽ നമ്മൾ എന്താണ് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മോഡലാണ് എന്ത് ഫർദർ ബാഡപ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ ഫർദർ ബാഡപ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ബാലൻസ് ഷീറ്റിൽ കാണിക്കാനായിട്ട്. ഇതിന്റെ മറ്റൊരു വിഭാഗമാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. സം ഡെപ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ഇയർ മേ ബിക്കംസ് ബാഡ് ഡെപ്റ്റ്സ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. പറഞ്ഞു എന്താണ് ഈ ഇയറിലെ ചില ഡെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് വർഷം ആകുമ്പോഴത്തേക്ക് എന്താണ് ബാഡപ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദ ലോസ് ഡ്യൂ ടു ബാഡപ്സ് ഇറ്റ് വിൽ ബി written off in the year it takes place instead of the year it belongs to. എന്താണ് ചില ബാഡപ്സ് എന്ത് ചെയ്യും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. എന്താണ് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അങ്ങനെ ആ റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന, അതായത് കറണ്ട് ഇയറിൽ ഈ ലോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത വർഷം കിട്ടില്ലായിരിക്കാം. ഒരു ഡൗട്ടാണ്, നമുക്ക് കിട്ടോ ഇല്ലയോ നമുക്കറിയില്ല, അതൊരു ഡൗട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാഡപ്റ്റിന്റെ കൂടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആഡ് ചെയ്യണം. ബാഡപ്റ്റിന്റെ കൂടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. ദെൻ ഇതിന്റെ ബാലൻസ് ഷീറ്റിൽ ഇതിന്റെ എഫക്ട് വരുന്നത് നമ്മൾ പറഞ്ഞു ഡെപ്റ്റേഴ്സിന്റെ മേളിലാണ് നമ്മൾ ബാഡപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെപ്റ്റേഴ്സിൽ നിന്നും ഈ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്സ് കുറച്ച് കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്സ് ഡെപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ടാകും. ആ ഫിക്സഡ് റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്സ് ചാർജ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഈസ് മെയിൻറ്റൈൻഡ് അറ്റ് എവറി ഇയർ അറ്റ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെന്റേജ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യും ഡെപ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ലാസ്റ്റ് ഇയർ ബാലൻസ് ഇസ് ക്യാരി ഫോർ എന്താണ് ഈ കറണ്ട് ഇയറിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. ദിസ് മേ ബി കോൾഡ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ. ഇതിനെയാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഈ വർഷത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഇയേഴ്സ് ബാഡ് ഡെപ്റ്റ്സ് ഓർ ഫർദർ ബാഡ് ഡെപ്റ്റ്സ് അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് this provision and more provision is created which may be called new provision for bad debts. അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് കൂടാതെ തന്നെ നമ്മൾ പുതിയ പ്രൊവിഷൻ കൂടെ ഈ വർഷം ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് വർഷത്തേക്കും കൂടി എടുക്കുന്നതാണ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ വർഷം പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയും. ഇതിന്റെ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു കറണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു ബാഡപ്റ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു ആദ്യം പറഞ്ഞു ഫർദർ ബാഡപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞു നമ്മൾ ന്യൂ പ്രൊവിഷൻ ചാർജ് ചെയ്യും എന്ന് പറഞ്ഞു. ആ ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യും ഈ ഫർദർ ബാഡപ്റ്റിന്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യാൻ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാൻ
ദെൻ അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ പറഞ്ഞെന്താ, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ഈ വർഷത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അത് ഓൾഡ് പ്രൊവിഷൻ ആയതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കുറച്ച് കാണിക്കാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെബ്റ്റ്സിന്റെ കൂടെ ആഡ് ഫർദർ ബാഡ് ഡെബ്റ്റ്സ് കാണിക്കാം. അതിന്റെ കൂടെ ആഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണിക്കാം. അതിൽ നിന്ന് ലെസ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കുറച്ച് കാണിക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചേക്കാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചേക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതില് സൺഡ്രി ഡെപ്റ്റേഴ്സ് 24,600 ഡെബിറ്റ് ബാലൻസ് ആയിട്ട് സൺഡ്രി ഡെപ്റ്റേഴ്സ് 24,600 കാണിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അത് ക്രെഡിറ്റ് സൈഡിൽ 1000 കാണിച്ചിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ്സ് 700 കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട് എടുക്കാമോ? ഏത് പേജിലാണ് മാഡം? പേജ് 107. അഡീഷണൽ ഇൻഫർമേഷൻ ആണോ? അതായത് ഒരു പ്രോബ്ലം തന്നിട്ടില്ലേ, ഐറ്റംസ് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ് ആർ ഓക്കെ സോൾ ട്രേഡർ ഓൺ 31st December 2013 എന്ന് പറയണേ. ഷിൻഡോ കാണുന്നുണ്ടോ? ടീച്ചറെ 107 107. ഇത് ഒരു ബുക്ക് എടുത്തു ചെയ്ത് നോക്കിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ബാഡ് ഡെപ്റ്റ്സ് മാത്രം ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോ. അശ്വന്ത് ആദ്യമായിട്ടാണോ കേറുന്നേ? നോട്ട് എടുത്തോ? ഓക്കെ, അപ്പൊ നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 24,600. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തന്നിട്ടുണ്ട് 1000. ദെൻ ബാഡ് ഡെപ്റ്റ്സ് തന്നിട്ടുണ്ട് 700. ഇത് കൂടാതെ പറഞ്ഞു ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എല്ലാം വരുന്നത് എന്താണ്, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്റ് ഔട്ട് ആയിട്ടായിരിക്കും തന്നേക്കുന്നത്. ട്രയൽ ബാലൻസ് തരില്ല എന്ന് പറഞ്ഞു. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. ബാഡ് ഡെപ്റ്റ്സ് 100 to ₹600. Make provision for bad and doubtful debt on debtors at the rate 5%. Further bad debts എന്ന് പറയുന്നത് 600 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ മേക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് 5%. ഞാൻ പറഞ്ഞൊരു ഫിക്സഡ് റേറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് തരില്ല. സോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ജസ്റ്റ് ഒരു ഫോർമാറ്റ് വെച്ചേക്കാം. എന്നിട്ട് അതിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. കോളം വരയ്ക്കണല്ലേ? കോളം വരയ്ക്കണം. പർട്ടിക്കുലേഴ്സും ഡെബിറ്റും ക്രെഡിറ്റും മാത്രം മതിയോ? മതി. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് 2 കോളം 4 കോളം മതി. അവർക്ക് ഹെഡിങ് ഒക്കെ കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നീട് എക്സാമിനൊക്കെ മറന്നു പോകും.
അശ്വന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അശ്വന്ത് പോയോ? ഓക്കെ, വരച്ചോ? വരച്ചു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ബാഡപ്റ്റ്. അപ്പൊ നമ്മള് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നമ്മുടെ ഒരു ഐറ്റം ആണ്, ഡെബിറ്റ് സൈഡിലെ ഒരു ഐറ്റം ആണ് ബാഡപ്സ് എന്ന് പറയുന്നത്. അത് അതേപടി കാണിക്കാം. ബാഡപ്സ് 700 എല്ലാം ഇന്നർ കോളത്തിൽ ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ടോട്ടൽ എമൗണ്ട് മാത്രം ഔട്ടർ കോളത്തിലേക്ക് എഴുതിയാൽ മതി. ബാഡപ്സ് അത് 700 ഇന്നർ കോളത്തിൽ കാണിക്കാം. പിന്നെ നമുക്ക് ഫർദർ ബാഡപ്റ്റ് തന്നിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് ഫർദർ ബാഡപ്റ്റ് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യമേ പറഞ്ഞു ആഡ് ഫർദർ ബാഡപ്റ്റ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം, ആഡ് ഫർദർ ബാഡപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 600 കാണിക്കാം. ആദ്യം ബാഡപ്റ്റ്സ് എന്ന് പറയുന്ന ഐറ്റം എഴുതുക. അതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ബാഡപ്റ്റ്സ് ആണ്. ബാക്കിയെല്ലാം അതിന്റെ കൂടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമാണ്. അപ്പൊ ബാഡപ്റ്റ്സ് ആണ് നമ്മുടെ ഐറ്റം. അപ്പൊ അത് ആദ്യം എടുത്ത് എഴുതുക, ബാഡപ്റ്റ്സ് 700. അതിന്റെ കൂടെ ആഡ് ഫർദർ ബാഡപ്റ്റ്സ് എന്ന് കാണിക്കുക. ആഡ് ഫർദർ ബാഡപ്റ്റ്സ് 600. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് 24,600 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഈ ഫർദർ ബാഡപ്റ്റ്, അതായത് സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നും ഫർദർ ബാഡപ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ട്, അതായത് 24,600 ഈ 600 കുറയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡപ്റ്റ് കുറയ്ക്കുക. 24,600 600 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 24,000 കിട്ടും. ആ 24,000ന്റെ 5% ആണ് നമ്മൾ ന്യൂ പ്രൊവിഷൻ കാണേണ്ടത്. മനസ്സിലായോ? അതാണ് നമുക്ക് 1,200 കിട്ടുന്നത്. അതായത് 24,600 ആണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ്. നമ്മൾ എപ്പോഴും ബാഡപ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മേലാണ്. അപ്പൊ സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡപ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് കുറച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. അപ്പൊ ഫർദർ ബാഡപ്റ്റ്സ് സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡപ്റ്റ്സ് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം വരുന്ന എമൗണ്ടിന്റെ ന്യൂ പ്രൊവിഷൻ കാണുക. അതായത് 5%, ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. അപ്പൊ 5% കാണുക. അതാണ് നമുക്കിവിടെ ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ 1,200 തന്നിക്കണേ. ഇനി അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാനുള്ള എല്ലാം ആഡ് ചെയ്യുക. 700 ഫർദർ ബാഡപ്റ്റ് 600, ന്യൂ പ്രൊവിഷൻ 1,200, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2,500 കിട്ടി. ആ 2,500 നിന്നാണ് നമുക്ക് ഓൾഡ് പ്രൊവിഷൻ നമുക്ക് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തരുകയാണെങ്കിൽ അത് ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒരു 1000 തന്നിട്ടുണ്ട് നമുക്ക് ട്രയൽ ബാലൻസിൽ. അത് നമ്മുടെ ഓൾഡ് പ്രൊവിഷനാണ്. അപ്പൊ അത് അവിടെ കാണിക്കാം. ലെസ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1,000 എന്ന് കാണിക്കാം. എന്നിട്ട് ഈ 2,500 ഈ 1,000 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് ബാഡപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് അവിടെ കാണിച്ചേക്കുക 1,500. ഓക്കെ, ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷിൻഡോയ്ക്ക് ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ഓഡിയോ ഒന്നുകൂടി പറയാം. ഓടിച്ചിട്ട് അതായത് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് മെയിൻ ആയിട്ട് വരേണ്ടത്, നമുക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടത് ബാഡപ്സിന്റെ മേളിലാണ്. ഈ ബാഡപ്സിന്റെ മേളിലാണ്, ബാഡപ്സ് ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഐറ്റം എടുത്തത് ബാഡപ്സ്. അത് എത്ര എമൗണ്ട്? 700 എന്ന് കാണിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെയാണോ തരുന്നത്? ബാഡപ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൂടെ എന്തോ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരുന്നത്. ഇനിയിപ്പോ അത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റും തന്നിട്ടില്ലേ, അങ്ങനെ തരുവാണെങ്കിൽ അത് ഓൾഡ് പ്രൊവിഷനാണ്. അതായത് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്ക് എടുത്തിട്ടുള്ളതാണ് നമ്മൾ ട്രയൽ ബാലൻസിൽ തരുന്നത്. ബാക്കിയെല്ലാം അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തരുന്നത്. അപ്പൊ ബാഡപ്സിന്റെ കൂടെ ഫർദർ ബാഡപ്സ് ആഡ് ചെയ്യുക. അതായത് 700 കൂടെ 600 ആഡ് ചെയ്യുക. അതിന്റെ കൂടെ
നമുക്ക് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കണ്ടുപിടിക്കാം. ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അത് പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ മേളിലാണ്. അപ്പൊ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 24,600 ആ മൊത്തം 24,600 ഫർദർ ബാഡ് എന്തോ മൊത്തം കുടിക്കുമ്പോ 24,600. അല്ല, നമുക്ക് സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് തന്നിട്ടില്ല 24,600 ട്രയൽ ബാലൻസില് മോഡൽ ക്വസ്റ്റ്യനില് ആ ഓ ആ ആ ആ എമൗണ്ട് ആ ആ എമൗണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഫർദർ ബാഡപ്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് ആ ഫർദർ ബാഡപ്റ്റ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് 600, അപ്പൊ 24,600 ഈ 600 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്താണ് 24,000 കിട്ടും. ആ എമൗണ്ടിന്റെ മേലിലാണ് നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ 24,000ന്റെ 5% ആണ് നമുക്ക് പ്രൊവിഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മേക്ക് എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് ദ റേറ്റ് 5% തന്നിട്ടുണ്ട്. അപ്പൊ ഈ 24,000ന്റെ 5% കാണും. അതാണ് നമുക്ക് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഐറ്റം, ഈ 700, 600, 1,200, ഈ 3 ഐറ്റം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,500 കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ തന്നിട്ടുണ്ട് എങ്കിൽ അത് ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് തന്നിട്ടുണ്ട് 1,000. അപ്പൊ അതെന്താണ് ലെസ് ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണിക്കുക 1,000. എന്നിട്ട് ഈ 2,500 ഈ 1,000 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ബാഡപ്സ് എന്ന് പറയുന്നത് 1,500. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ചോദ്യം വരുമ്പോ എങ്ങനെ വരും? ഓൾഡ് ചോദ്യം പ്രൊവിഷൻ ഇപ്പൊ തന്നേക്കുന്നില്ലേ? പറഞ്ഞു. ഓൾഡ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് അക്കൗണ്ട് അത് 1,000 അത് ചോദ്യത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. തന്നിട്ടുണ്ട്. മോൾ ട്രയൽ ബാലൻസ് നോക്കിക്കേ, സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ തൊട്ട് താഴെ നോക്കിയേ. അല്ല, അത് ഓൾഡ് എന്ന് പറഞ്ഞിട്ടില്ല അന്ന്. അതാ ഞാൻ പറഞ്ഞത്, ട്രയൽ ബാലൻസ് തന്നിട്ട് അതിന്റെ ഉള്ളിലാണ്. ഇപ്പൊ അഡീഷണൽ ഇൻഫർമേഷൻ അല്ലാതെ അതിൽ തന്നെയാണ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തരുന്നതെങ്കിൽ അത് ഓൾഡ് പ്രൊവിഷൻ ആയിരിക്കും. ന്യൂ പ്രൊവിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനല്ലേ തരുള്ളൂ, ഒരിക്കലും അത് എമൗണ്ട് ആയിട്ട് തരില്ല. മനസ്സിലായോ? ഓ ശരി, ക്ലിയർ ആയോ? ഇനി അതിന്റെ ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലേ, ന്യൂ പ്രൊവിഷൻ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെയാണ് അവിടെ വരുന്നത്. അസറ്റ് സൈഡിലാണ് നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് കാണിക്കുന്നത്. അസറ്റ് സൈഡിലെ സൺഡ്രി ഡെപ്റ്റേഴ്സ് അതുപോലെ തന്നെ എടുത്ത് എഴുതുക 24,600 ലെസ് ഫർദർ ബാഡപ്റ്റ്. ഫർദർ ബാഡപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 24,600 600 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 24,000 കിട്ടും. അതിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത് പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ 24,000ന്റെ 5% കാണുമ്പോൾ നമുക്ക് 1,200 കിട്ടും. അപ്പൊ ലെസ് പ്രൊവിഷൻ ഫോർ ബാഡപ്സ് അറ്റ് ദ റേറ്റ് 5%. അപ്പൊ ഈ 24,000 1,200 കുറയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിക്കേ. ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്, എന്നിട്ട് അസറ്റ് സൈഡിൽ കാണിക്കുക സൺഡ്രി ഡെപ്റ്റേഴ്സ്, സൺഡ്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ലെസ് ഫർദർ ബാഡപ്റ്റ്. ചെയ്യാൻ കിട്ടുന്നുണ്ടോ? കിട്ടിയോ? പ്രൊവിഷൻ ഫോർ
ഓക്കെ. ഓക്കെ, കിട്ടിയോ? 22,800. ഷിൻഡോയ്ക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ മേക്ക് പേയ്മെന്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ and they may entitle to cash discount if they make the payment by the due date. അതായത് നമുക്കറിയാം ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് തരാനുള്ളവരാ. അപ്പൊ ഈ എൻഡ് ഓഫ് ദി ഇയറിൽ ഇപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് തരാനുള്ള പേയ്മെന്റ് ഈ എൻഡ് ഓഫ് ദി ഇയറിൽ തന്നെ അവർ ചെയ്തു കൊടുക്കും. ആ ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നതിന്റെ മേലിൽ നമ്മളൊരു പ്രൊവിഷൻ ചാർജ് ചെയ്യുന്നതിനെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും ഒരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിക്കും? അത് എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. കാരണം എക്സ്പെൻസ് നമ്മൾ എവിടെ കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേ പ്രോസസ് തന്നെയാണ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് നെക്സ്റ്റ് ഇയറിലേക്ക് തരാനുള്ള പേയ്മെന്റ് ഈ വർഷം ഈ അക്കൗണ്ടിങ് ഇയർ എങ്കിൽ തന്നെ അവർ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്കൗണ്ട് അലോ ചെയ്ത് കൊടുക്കും. അതിന്റെ എൻട്രി വരുന്നത് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. ഇനി ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അലൗഡ് എന്നാണ് അതിന്റെ എൻട്രി വരുന്നത്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നത് ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ചോദിക്കില്ല. ജസ്റ്റ് ഈ എന്താണെന്നൊന്നും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് പിന്നെ മാനേജേഴ്സ് കമ്മീഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സെപ്പറേറ്റ് പ്രോബ്ലം ചോദിക്കും. മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ സെപ്പറേറ്റ് പ്രോബ്ലം ചോദിക്കും. Sometimes the managers is entitled to commission on profit, which is usually calculated as a fixed percentage of profit. അതായത് നമുക്കറിയാം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ? എന്നല്ല നമുക്ക് കിട്ടിയില്ലേ? ആ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ മേലെ ഒരു ഫിക്സഡ് പെർസെന്റേജ് ചാർജ് ചെയ്താണ് എന്ത്? മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഒരു 5% അല്ലെങ്കിൽ 10% മാനേജേഴ്സിന്റെ കമ്മീഷൻ ആയിട്ട് കൊടുക്കും. അതാണ് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ ഒരു ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 80,000 രൂപ ഉണ്ടാകുന്നു. വിത്തൗട്ട് കൺസിഡറിംഗ് കമ്മീഷൻ വിച്ച് ഈസ് അറ്റ് 5%. അതായത് ഈ 80,000 എന്ന് പറയുന്നത് കമ്മീഷൻ ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ്. ദ കമ്മീഷൻ വിൽ ബി ദ 4,000. അതായത് ഈ 80,000ന്റെ 5%. 80,000ന്റെ 5% എത്രയാണ്? 4,000. ഈ 4,000 ആയിരിക്കും എന്ത്? കമ്മീഷൻ എന്ന് പറയുന്നത്. 80,000ന്റെ 5% 4,000 ആയിരിക്കും കമ്മീഷൻ. ദ പ്രോഫിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ₹76,000. അപ്പൊ നമ്മൾ എന്താണ്? ഈ പ്രോഫിറ്റിന്റെ മേലിൽ 5% മാനേജേഴ്സ് കമ്മീഷൻ ചാർജ് ചെയ്തു. അപ്പൊ ഈ 80,000ന് ആ 4,000 കുറച്ചിട്ട് ബാക്കി വരുന്ന 76,000 ആയിരിക്കും നമുക്ക് കിട്ടുന്ന കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആസ് ദി എമൗണ്ട് ഓഫ് കമ്മീഷൻ 4,000 is still to be paid, it should be treated as an outstanding expense. അപ്പൊ മാനേജേഴ്സ് കമ്മീഷൻ നമ്മൾ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Then അതിന്റെ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു കമ്മീഷൻ പേയബിൾ ഓർ ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ എന്നാണ് അതിന്റെ എൻട്രി വരുന്നത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം മാനേജേഴ്സ് കമ്മീഷൻ. ഒന്ന് പ്രോഫിറ്റ്
ഒന്ന് ബിഫോർ കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ ചാർജ് ചെയ്യണം, ഒന്ന് ആഫ്റ്റർ കമ്മീഷൻ ചെയ്യണം. അത് എങ്ങനെ ചാർജ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഒരു ഇല്ലസ്ട്രേഷൻ 2 കണ്ടോ, നെക്സ്റ്റ് പേജിൽ 111 കണ്ടോ? The net profit of a firm amounted to rupees 1,05,000 before charging commission. Commission charge ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് 1,05,000. The manager of the firm is entitled to commission of rupees 5% on net profit. Net profitന്റെ 5% ഫേം മാനേജേഴ്സ് കമ്മീഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പൊ കാൽക്കുലേറ്റ് മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് ഓൾട്ടർനേറ്റീവ്സിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന്, മാനേജേഴ്സ് ഈസ് അലൗഡ് കമ്മീഷൻ ഓൺ ദി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. എന്താണ് കമ്മീഷൻ? പ്രോഫിറ്റ് ബിഫോർ, അതായത് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കമ്മീഷനും വേണം, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ശേഷമുള്ള കമ്മീഷനും. ഈ രണ്ട് തരത്തിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് കമ്മീഷൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് net profit commission equal to net profit before charging the commission into percentage of commission divided by 100. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എടുക്കാം, അതിന്റെ എത്രയാണോ കമ്മീഷൻ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് അത് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ എഴുതാമോ? ഓക്കെ. Commission equal to net profit before charging the commission into percentage of commission divided by 100. അതാണ് നമ്മുടെ ഇക്വേഷൻ. പഠിച്ചു വെച്ചോണം മാനേജേഴ്സ് കമ്മീഷൻ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,05,000 ആണ്. ഈ 1,05,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ദ കമ്മീഷൻ. അപ്പൊ 1,05,000 ഇൻറ്റു നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ തന്നിരിക്കുന്ന 5% ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 100. 1,05,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ചെയ്ത് നോക്കാമോ? അത് പറഞ്ഞിട്ടുണ്ടല്ലോ 5,250. ഓക്കെ, 5,250 ആണ് നമുക്ക് കമ്മീഷൻ ബിഫോർ ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജ്. ഇത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നതിന് തൊട്ട് മുകളിലായിട്ട് ടു മാനേജേഴ്സ് കമ്മീഷൻ പറഞ്ഞ 5,250 കാണിച്ചേക്കാം. ജസ്റ്റ് റൈറ്റ് ആയിട്ട് ടു മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ 5,250 കാണിക്കാം. ഇനി അത് ബാലൻസ് ഷീറ്റിലാണ് വരുന്നെങ്കിൽ എങ്ങനെയാണ്? കറണ്ട് ലയബിലിറ്റിയിൽ മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 5,250 കാണിക്കുക. ലയബിലിറ്റി സൈഡിൽ മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് 5,250 കാണിക്കുക. നമുക്ക് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്മീഷൻ അലൗഡ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ വരുമ്പോ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ? ജസ്റ്റ് എത്രയാണോ പെർസെൻറ്റേജ്, എത്രയാണോ റേറ്റ്, അത് നമുക്ക് ഡിവൈഡഡ് ബൈ 100 പറഞ്ഞിരിക്കുന്നില്ലേ, ആ 100ന്റെ കൂടെ ആ 5 അല്ല എത്ര പെർസെൻറ്റേജ് തന്നിരിക്കുന്ന ആ പെർസെൻറ്റേജ് ഒന്ന് ആഡ് ചെയ്യുക. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ദ കമ്മീഷൻ ഇൻറ്റു 5/105. അത് എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ്, ആ റേറ്റ് 100ന്റെ കൂടെ ആഡ് ചെയ്യുക. അത്രയും മാത്രം ചെയ്താൽ മതി. അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ കിട്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്ന 1,05,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 105 ആണ് നമുക്ക് സച്ച് കമ്മീഷൻ വരുന്നത്. ചെയ്യാമോ? ശരി. അപ്പോ 1,05,000
into 5 by into 105. 5 by 105. ഇത് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? 1,50,000 into 5 by 105 ഇല്ലേ? 105 മുകളിൽ 105 കൂടെ കൂട്ടി പോയി 1 പിന്നെ അവിടെ 1000 അല്ലേ ഉള്ളൂ. 1000 into 5 5,000. അപ്പൊ മാനേജേഴ്സ് കമ്മീഷൻ പ്രോഫിറ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഉള്ളതാണ്. അപ്പൊ നമ്മൾ നെറ്റ് പ്രോഫിറ്റിന് ശേഷം എഴുതുക ടു മാനേജേഴ്സ് കമ്മീഷൻ 5,000 എന്ന് പറഞ്ഞ് കാണിക്കാം. ഇത് ചെയ്യാനുള്ള പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റില് കറന്റ് ലയബിലിറ്റി സൈഡിൽ തന്നെ മാനേജേഴ്സ് കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ് 5,000 കാണിക്കാം. ഇത്രയാണ് നമുക്ക് മാനേജേഴ്സ് കമ്മീഷന്റെ പ്രോബ്ലം വരുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ചാർജിങ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ബിഫോർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇലിസ്ട്രേഷൻ 5 എടുക്കാമോ? പേജ് നമ്പർ 119. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇലിസ്ട്രേഷൻ 5 പേജ് നമ്പർ 119. From the following balances of the year ending 31st December 2013 and additional information prepare the trading and profit and loss account and the balance sheet of Mrs. Kanhol and Sons. Kanhol and Sonsന്റെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ക്യാപിറ്റൽ എവിടെയാ വരുന്നത്? ക്യാപിറ്റൽ എവിടെയാ വരുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളുക. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. പർച്ചേസ് ആണെങ്കിലോ പർച്ചേസും ലയബിലിറ്റി അല്ലേ? പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട്. ടെക്സ്റ്റൈലോ